സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിലാണ് നമ്മൾ. ഇന്ന് കോട്ടയം നഗരസഭയിലെ 48ാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീമതി ലതിക സുഭാഷിനൊപ്പമാണ് നമ്മൾ. കോട്ടയം നഗരസഭയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അഴിമതി. താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഇതിനെതിരെ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാനിപ്പോൾ 48ാം വാർഡിലാണ് മത്സരിക്കുന്നത്. കോട്ടയം നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന നഗരവികസന മുന്നണിക്ക് മുൻതൂക്കം വന്ന് നഗരവികസന മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അഴിമതിക്കാർക്കെതിരെയുള്ള അതിശക്തമായ നടപടികളുണ്ടാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈ വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് തിരുനക്കര ബസ് സ്റ്റാൻഡ്. ശരിക്കും പറഞ്ഞാൽ കോട്ടയം നഗരത്തിൻ്റെ ഒരു മുഖമായിരുന്നു തിരുനക്കര ബസ് സ്റ്റാൻഡ്. ആ തിരുനക്കര ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് ഏതാണ്ട് 3 വർഷത്തോളമായി. അതിനൊരു DPR തയ്യാറാക്കാൻ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഈ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഇതിനൊരു മാറ്റം വരുത്തുമോ? ആ തിരുനക്കര ബസ് സ്റ്റാൻഡ് ഈ വാർഡിലും കൂടെയാണ്. ഭരണസമിതിയുടെ അലംഭാവം, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ, അതിനെല്ലാം ഉപരിയായിട്ട് എന്തുകൊണ്ട് വളരെ പഴക്കമുള്ള കോട്ടയം ബസ് സ്റ്റാൻഡ് അത് ഇങ്ങനെ ഈ വിധത്തിൽ വളരെ ദീർഘമായിട്ട് പൊളിച്ചിട്ടു, അതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ഏറ്റവും ശാസ്ത്രീയമായി നമ്മുടെ കോട്ടയം നഗരസഭയ്ക്ക് കാലാകാലങ്ങളായി എത്രയോ വലിയ പാരമ്പര്യമുള്ള ഒരു നഗരസഭയാണ് അക്ഷരനഗരിയുടെ നഗരസഭ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കോട്ടയം നഗരസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇതിന് കാലവിളംബം ഉണ്ടാക്കിയവർക്ക് എതിരെ ഉള്ള അന്വേഷണങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കഴിഞ്ഞ വർഷം കോട്ടയം നഗരസഭയിൽ നിന്ന് ഒരു ജീവനക്കാരൻ ഏതാണ്ട് ഒരു 3 കോടിയോളം രൂപ കട്ടുകൊണ്ട് പോയി. ഈ നാട്ടിലെ തോടും റോഡും ഒക്കെ ഉണ്ടാക്കേണ്ട പണമാണ് ഇത്തരത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഇതിനെതിരെ നഗരസഭയിൽ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. കോട്ടയം നഗരസഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണസമിതിക്ക് അവിടുത്തെ ജീവനക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ജീവനക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജീവനക്കാർ അവരുടെ തോന്നുംപടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ സാധിക്കും? അഴിമതിയുടെ പര്യായമായി മാറിയ ഒരു നഗരസഭയായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരണ നേതൃത്വം അധപ്പതിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ അഴിമതിയിലേക്ക് കൂപ്പുകുത്തി വീണത്. അവരെ ചോദ്യം ചെയ്യാനുള്ള ഇച്ഛാശക്തി നേതൃത്വത്തിന് നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുള്ള നഗരവികസന സമിതിയുടെ നേതൃത്വം ഉണ്ടാകുമെന്നാണ് എൻ്റെ ശുഭാവിശ്വാസം. 48ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 48ാം വാർഡിൽ ശരിക്കും പറഞ്ഞാൽ കോട്ടയം നഗര ഹൃദയമാണെങ്കിലും വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് 48ാം വാർഡിൻ്റെ വിവിധ മേഖലകൾ. ഈ അമ്പലത്തിന് അടിവശമൊക്കെ സമാനമായ മേഖലകൾ തന്നെയാണ്. താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാർഡ് അതിന് പുതിയ ഒരെലുകയാണ് നമ്മുടെ ഈ 48ാം വാർഡിനുള്ളത്. പഴയ പല വാർഡുകളും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. തിരുനക്കര ക്ഷേത്രവും NSSൻ്റെ താലൂക്ക് യൂണിയൻ ആസ്ഥാനവും ഒക്കെ ഉൾപ്പെടുന്ന നിരവധി ആധ്യാത്മിക കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന സാധാരണക്കാരും അതോടൊപ്പം തന്നെ കോട്ടയത്തെ പ്രമുഖരായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, തമിഴ് വംശജരായ സഹോദരങ്ങൾ, മറ്റ് ഭാഷാ സംസ്ഥാനങ്ങളിൽ നിന്നും കോട്ടയത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നവർ ഒക്കെ ഈ നമ്മുടെ നഗരത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. 48ാം വാർഡിൽ അതിൻ്റെ ഒരു നല്ല ഭാഗവും ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഈ വാർഡിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഏറ്റവും താഴെത്തട്ടുള്ള പാവപ്പെട്ടവരുൾപ്പെടെ അവിടെ ഉണ്ട്. ആ പാവപ്പെട്ട കുടിലുകളിൽ നിന്നും വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെ ഇടയിലുണ്ട്. ഏറ്റവും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റ്. വലിയ കോമ്പൗണ്ടുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമല്ല. 2 സെൻറ്റിലും 3 സെൻറ്റിലും താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് മാലിന്യ കൂമ്പാരത്തിന് ഇടയിൽ നിൽക്കേണ്ട അവസ്ഥ വരെ വരുന്നു. നഗരസഭയിൽ യഥാസമയം മാലിന്യം നീക്കിയില്ലെങ്കിൽ അവർ ആകെപ്പാടെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ വളരെ മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് അതിനെ കാണണം. വളരെ നിസ്സാരമല്ലത്. അതുകൊണ്ട് തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ മാതൃക, കേരളത്തിലെ പല സംസ്ഥാനങ്ങൾ, സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ഉൾപ്പെടെയുള്ള അത്തരം മാതൃകകളുണ്ട്. ഏറ്റവും ഭംഗിയായിട്ട്
നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം ആക്കാനുള്ള പദ്ധതികൾ 48-ാം വാർഡിൽ ഉൾപ്പെടെ ഞാൻ ഈ വാർഡിൽ കൂടെ പോയപ്പോൾ സർക്കാർ സർവീസിനും അല്ലാതെയുമൊക്കെ നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആശയങ്ങളുള്ള ഒരുപാട് പേരെ എൻ്റെ ആദ്യത്തെ സന്ദർശനത്തിനിടയിൽ കണ്ടു. ഈ വാർഡിലെ മുഴുവൻ മനുഷ്യരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രഗത്ഭരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് ഈ വാർഡിലെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ഇടുങ്ങിയ റോഡുകളുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓടകൾ, നല്ല വൃത്തിഹീനമായിട്ടുള്ള ഓടകൾ, യഥാസമയം മുനിസിപ്പാലിറ്റിയിലെ ജോലികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു സോ മച്ച്.